മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനും അദ്ദേഹത്തിൻ്റെ വികാരിയായി വന്ന മാർ ജോസഫ് പാമ്പ്ളാനി പിതാവിനും എന്തൊക്കെയോ അജണ്ടകൾ ഇതിനകത്തുണ്ട് എന്ന് ദൈവജനം മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം സമവായം എന്നതാണ് ഇവരുടെ ഒരു അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ സമവായം കൊണ്ടുവന്ന് നടക്കുന്നതിനും അപ്പുറമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സമവായം കൊണ്ടുവരികയാണ്. ഒരേ ബലിവേദിയിൽ രണ്ട് തരം ആരാധന, ഒന്ന് അംഗീകരിച്ചതും ഒന്ന് അംഗീകരിക്കപ്പെടാത്തതും. വത്തിക്കാൻ തള്ളിക്കളഞ്ഞ ഈ സമവായം കൊണ്ടുവന്ന് എറണാകുളം അതിരൂപതയെ വീണ്ടും കൊള്ളയടിക്കുക എന്നുള്ളതാണ് ഈ ലോഹധാരികൾക്ക് ചെയ്തു കൊടുക്കുന്ന സമവായം എന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതാണ്. 2024 ജൂൺ 9 വത്തിക്കാന്റെ കർശന നിർദ്ദേശത്തോടുകൂടി റഫറൻസ് നമ്പർ 4/2024 എന്നുള്ള സർക്കുലർ ഇറങ്ങുന്നു. ആ സർക്കുലറിൽ സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ വ്യക്തത വരുത്തിയാണ് ഈ 4/2024 എന്ന സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത്. സഭയുടെ ആരാധനക്രമം നടത്താത്ത വൈദികർ സഭാ കൂട്ടായ്മയിൽ നിന്നും തന്നെ പുറത്തു പോകുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കാത്തവരുടെ ഞായറാഴ്ചത്തെ കടം പോലും വീടത്തില്ല എന്നും ആ സർക്കുലറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ഈ സർക്കുലറിന്റെ വെളിച്ചത്തിലാണ് സിവിൽ കോടതിയിൽ കേസുകൾ നിലനിൽക്കുന്നതും വിശ്വാസികൾക്ക് ആ കേസുകളിൽ വിധി സമ്പാദിക്കുവാൻ സാധിക്കുന്നതും. 2024 ജൂൺ 14 നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഓൺലൈൻ സിനഡ് കൂടുന്നു. അന്നേ ദിവസം ഓൺലൈൻ സിനഡ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് കാരണം ജൂൺ 19 സിനഡിൻ്റെ ആ ഓൺലൈൻ സിനഡിൻ്റെ കണ്ടിന്യൂവേഷൻ നടത്തി സിനഡ് പൂർത്തീകരിച്ച് ഓൺലൈൻ സിനഡിൻ്റെ വിവരങ്ങൾ വിശ്വാസികളുടെ അറിവിലേക്കായി 2024 ജൂൺ 21 റഫറൻസ് നമ്പർ 5/2024 എന്ന നമ്പറിട്ട ഒരു സിനഡാനന്തര അറിയിപ്പ് പുറത്തു വരുന്നു. ആ അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കുർബാനയെങ്കിലും നടപ്പിലാക്കാത്തവർ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ്. 2024 ജൂൺ 26 ഞങ്ങൾ 25 പേർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് പോയി കാണുകയും ആ കൂടിക്കാഴ്ചയിൽ കൂര്യ ബിഷപ്പായിരുന്ന സെബാസ്റ്റ്യൻ വാണിയംപുരയ്ക്കൽ പിതാവും സീറോ മലബാർ സഭയുടെ ചാൻസലർ എബ്രാഹിം കാവിപുരവിടവും ഉൾപ്പെടെ ഉള്ളവരുമായി നടത്തിയ ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഞങ്ങൾക്ക് 25 പേരോടുമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ജൂലൈ 3 മുമ്പ് മുണ്ടാടനെതിരെയും തളിയനെതിരെയും വത്തിക്കാനിൽ നിന്നു ഇവിടെ വന്നിരിക്കുന്ന നടപടി ഉറപ്പായും എടുക്കുമെന്ന് ഈ മാർ റാഫേൽ തട്ടിൽ പിതാവ് ഞങ്ങളോട് 25 പേരോടും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്.